നമ്മുടെ ക്രിസ്മസ് പോലെ ഇവിടുത്തെ വലിയൊരു ആഘോഷമായി ഈ ഹാലോവിൻ. അതിനെക്കുറിച്ച് നമ്മുടെ പള്ളിയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അതിന് പള്ളി പറയാൻ ഇത് ദൈവത്തിന്റെ ആഘോഷമല്ല, പിശാചിന്റെയാ. മനസ്സിലായോ? അതായത് ഒക്ടോബർ 30 ഇവിടുത്തെ വലിയൊരു പിള്ളേരും അടക്കം ഓരോരോ വേഷമൊക്കെ കെട്ടി ഈ വീട് വീടാന്തരം കയറി ഇറങ്ങും. അതെ, തൃക്കോ ത്രീറ്റ് എന്നും പറഞ്ഞ് അവർ കൈ നീട്ടും. അപ്പൊ നമ്മൾ മെല്ലെ മൊട്ടായോ കിട്ടായോ ഒക്കെ അവർക്ക് കൊടുക്കണം. അവരതും മേടിച്ചു നന്ദി പറഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പോക്കോളും. ചുരുക്കം പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള തെണ്ടല്. അതായത് വേൾഡ് പിശാചി ഡേ. അതാണ് ഹാലോവിൻ. അപ്പൊ പിശാചികൾക്കും ഒരു ഉത്സവം. നല്ല നാട്. Одень рукавички. Они красивые. ഇതാണ് കേട്ടോ അവരെ സ്കൂളിൽ നടന്ന ഹാലോവിൻ പരേഡ്. അപ്പോൾ പാരൻസൊക്കെ പുറത്ത് നിൽക്കണ്ടായിരുന്നു ഈ ഒരു പരേഡ് കാണാനായിട്ട്. 9:30 ആയിരുന്നു പരേഡ് ടൈം. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി രാവിലെ ടിഫിനൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ. ഇവരുടെ പരേഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗ്രേഡിൻ്റെ പരേഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഹാലോവിൻ ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു സെലിബ്രേഷനാണ് കേട്ടോ. ഇതുപോലെ ഇഷ്ടപ്പെട്ട മൂവി ക്യാരക്ടർ കോസ്റ്റ്യൂമൊക്കെ ഇടുക, അതുപോലെ ക്ലാസ് റൂം പാർട്ടീസ്, അതെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന മെയിൻ കാര്യമാണ് ട്രിക്ക് ഓർ ട്രീറ്റ്. ഹാലോവിൻ ഡേ ഈവനിങ് ആകുമ്പോൾ എല്ലാ കുട്ടികളും ഇതുപോലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇവിടെ അടുത്തുള്ള ഷോപ്പുകളിലോ അതുപോലെ വീടുകളിലൊക്കെ പോയിട്ട് ട്രിക്ക് ഓർ ട്രീറ്റ് പറഞ്ഞ് ക്യാൻഡീസ് വാങ്ങാറുണ്ട്. ഞങ്ങളിവിടെ അപ്പാർട്ട്മെൻറ്റിലെ ധ്രുവക്കുട്ടിയുടെ ഫ്രണ്ട്സായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ക്യാൻഡീസ് കളക്ട് ചെയ്യാനായിട്ട്. ആദ്യം ഞങ്ങൾ കവർ ചെയ്തത് ഇവിടുത്തെ ബ്രോഡ്വേയിലുള്ള ചില ഷോപ്പുകളാണ്. അപ്പോൾ ഇവിടെ ചില കടകളിലുള്ള ആൾക്കാർ ഇതുപോലെ തന്നെ വേഷമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവർ ക്യാൻഡീസൊക്കെ പിടിച്ച് റെഡിയായി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൾ വന്ന് ട്രിക്ക് ഓർ ട്രീറ്റ് പറയുമ്പോൾ അവർ ആ ക്യാൻഡീസ് കൊടുക്കും. ഇനി ഹാലോവിൻ്റെ ഒരു ചരിത്രം പറയാം കേട്ടോ. ഈ ഹാലോവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അമേരിക്കയിലല്ല ഇതിൻ്റെ ഉത്ഭവം. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലോ അയർലാൻഡിൽ സ്കോട്ട്ലാൻഡൊക്കെ സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒന്നാണ്. വളരെ പണ്ട് തന്നെ ഏകദേശം 2000 വർഷങ്ങൾക്കൊക്കെ മുൻപേ ഈ ഒരു ഹാലോവിൻ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ഈ ആദിവാസി വിഭാഗത്തിലൊക്കെ പെടുന്ന ഒരു സെൽറ്റിക് വിഭാഗത്തിൽ പെടുന്ന ആളുകളുടെ ഒരു സെലിബ്രേഷനായിരുന്നു ഈ ഹാലോവിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ പലതരത്തിലുള്ള കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ഒക്ടോബർ എൻഡിങ് എന്ന് പറഞ്ഞാൽ ഫാൾ ടൈം എൻഡിങ് ആണ്. അവരുടെ വിളവെടുപ്പ് കാലത്തിൻ്റെ എൻഡിങ് ആണ്. പിന്നെ നവംബർ 1 തൊട്ട് വിൻ്റർ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഹാർവെസ്റ്റ് സെലിബ്രേഷനോട് അനുബന്ധിച്ച് നടത്തിയിരുന്ന സെലിബ്രേഷനാണ് കേട്ടോ ഈ ഹാലോവിൻ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവരുടെ മരിച്ചുപോയ പൂർവികരൊക്കെ ഭൂമിയിലേക്ക് വരുന്നതാണ് ഇവരുടെ ഒരു വിശ്വാസം. അപ്പോൾ അവർക്ക് വേണ്ടി അവരൊരുക്കുന്ന വിരുന്നാണിത്. അപ്പോൾ ഈ വരുന്ന ആത്മാക്കളൊക്കെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കാനും അവരിലൊരാളായിട്ട് നമ്മളെ കാണാനും വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന രൂപത്തിലൊക്കെ വേഷം ധരിച്ച് ഇരുന്നിരുന്നത് കേട്ടോ.
അപ്പോൾ ഇതിന് ഹാലോവീൻ എന്ന് പേര് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നവംബർ 1 അവർ ഈ വിളവെടുപ്പൊക്കെ അവസാനിച്ച ഒരു പുതുവർഷമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ അതിനെ ഓൾ സെയിൻറ്റ്സ് ഡേ അല്ലെങ്കിൽ ഓൾ ഹാലോ ഡേ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ തലേദിവസത്തെ വിരുന്ന്, തലേദിവസത്തെ സെലിബ്രേഷനൊക്കെ ഹാലോ ഈവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഹാലോ ഈവാണ് പിന്നീട് പരിണമിച്ച് ഹാലോവീൻ ആയി മാറിയത്. അതുപോലെ ഇവിടെ ഹാലോവിൻ ടൈമിൽ പംകിൻ ഒരു പ്രത്യേക രീതിയിൽ കാർവ് ചെയ്ത് അതിനുള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് വെക്കാറുണ്ട്. ജാക്കോ ലാൻഡിൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജാക്ക് എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ ആത്മാക്കളെയൊക്കെ ഒരുപാട് കബളിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് അയാൾ മരിച്ചപ്പോൾ അയാളെ സ്വർഗത്തിലും നരകത്തിലും പ്രവേശിപ്പിക്കാതെ ഭൂമിയിൽ അലയാൻ വിട്ടു. ആ ഒരു സമയത്ത് അയാൾ ഈ പംകിൻ പോലത്തെ റൂട്ട് വെജീസിനുള്ളിൽ കൽക്കരി ഇട്ട് കത്തിച്ച് നടന്നിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അതിന് ജാക്കോ ലാൻഡ് എന്ന് പേര് വന്നത്. അപ്പോൾ ഈ ഹാലോവിൻ ടൈമിൽ ഈ ആത്മാക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വീടുകളിൽ ഇതുപോലെ പംകിൻ കാർവ് ചെയ്ത് അതിനുള്ളിൽ ലൈറ്റ് ഇട്ട് വെക്കാറുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതിൻ്റെ രൂപവും ഭാവമൊക്കെ ഒരുപാട് മാറിയിട്ടോ. ഇപ്പോൾ ഇതൊരു മത്സരം പോലെയാണ് പല വീടുകളിലും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നൈറ്റ് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് കേട്ടോ ഈ ഒരു കാഴ്ചയൊക്കെ കാണാനായിട്ട്. അച്ഛനും അമ്മയ്ക്കും ഇതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു, ഈ ഒരു കാഴ്ചകളും ഇതിൻ്റെ പിന്നിലുള്ള കഥകളും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എനിക്കറിയാവുന്ന ഹാലോവിൻ സ്റ്റോറീസ്. ഇനിയും ഒരുപാട് കഥകൾ ഹാലോവിനെ കുറിച്ചുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ട്രിക്ക് ഓർ ട്രീറ്റൊക്കെ പോയി കുറേ ക്യാൻഡീസൊക്കെ കിട്ടി. ധ്രുവക്കുട്ടി നല്ല ഹാപ്പിയാണ് കേട്ടോ. എത്ര മിഠായല്ലേ ഹാലോവിൻ